ഷിജോ, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വർത്തമാനങ്ങൾ? പത്തനംതിട്ട ജില്ലയിൽ പൊതുവെ സമാധാനപരമായിരുന്നു കാര്യങ്ങൾ? ഗുഡ് ഈവനിങ്. പത്തനംതിട്ട ജില്ലയിൽ ഏതാണ്ട് 12-ലധികം പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യഘട്ടത്തിലുള്ള വിലയിരുത്തൽ. എന്നാൽ തീർത്തും സമാധാനപരമായിട്ടുള്ള ഒരു പോളിംഗ് പ്രക്രിയയാണ് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതിന് എടുത്തു കാണേണ്ട ഒരു കണക്ക് പ്രകാരമാണെങ്കിൽ 2015-ലും 2020-ലും ഉണ്ടായ പോളിംഗിന്റെ അത്രത്തേക്ക് ഇത്തവണ എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2015-ൽ ഏതാണ്ട് 72% മുകളിലേക്ക് പോളിംഗ് പോയിരുന്നുവെങ്കിൽ അതായത് 2020-ലേക്ക് വരുമ്പോൾ 69 എത്തിയിരുന്നു. എന്നാൽ 2025-ലേക്ക് വരുമ്പോൾ അത് വെറും 66.78% മാത്രമാണ് നിലവിൽ ലഭ്യമായ കണക്ക് പ്രകാരം പത്തനംതിട്ട ജില്ലയിൽ പോൾ ചെയ്ത വോട്ടുകളുടെ ഒരു ശതമാന കണക്ക്. അതായത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഇത്തവണ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് ഇത്തവണ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന വ്യാപകമായിട്ടുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെയായിരുന്നു ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത്. അന്ന് 69% ഇതുവരെ ലഭ്യമായ കണക്ക് പ്രകാരം പത്തനംതിട്ട ജില്ലയിൽ 66.78% കണക്ക് വോട്ട് മാത്രമാണ് പോൾ ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ അന്തിമമായിട്ടുള്ള കണക്ക് നമുക്ക് ലഭ്യമാകും. അതുപ്രകാരം അങ്ങനെ കൂടി കണക്ക് വരുമ്പോൾ തന്നെ ഏറ്റവും കുറഞ്ഞത് പരമാവധി 68% മാത്രം പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വന്നാൽ പോലും സംസ്ഥാന വ്യാപകമായിട്ട് നിലവിൽ 7 ജില്ലകളിൽ മാത്രമാണ് വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത്. ആ 7 ജില്ലകളിൽ ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് എന്നുള്ള ഒരു കണക്കിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലേക്കായിരിക്കും അവസാന ഘട്ടത്തിലേക്ക് പോവുക. പക്ഷേ എടുത്തു കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാവിലെ മുതൽ തന്നെ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ഒരു മലയോര ജില്ലയാണ്. മലയോര മേഖല നഗര ഗ്രാമ വ്യത്യാസങ്ങളില്ലാതെ രാവിലെ മുതൽ ഏതാണ്ട് രാവിലെ 7 മണിക്ക് പോളിംഗ് തുടങ്ങി ഉച്ചയ്ക്ക് ഒരു 11:30 വരെ വലിയ നീണ്ട നിര ഓരോ പോളിംഗ് ബൂത്തിലും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അങ്ങേയറ്റം ഒരു ആളുകളില്ലാത്ത വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.